ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശ്രീജ തുണിയൊക്കെ കഴുകി ഇങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നേരെ വേദ അങ്ങോട്ടേക്ക് ചെന്നു. എന്നിട്ട് അലക്കി വെച്ച തുണിയൊക്കെ ഇങ്ങനെ വിരിച്ചിടുകയാണ്. അയ്യോ കുട്ടി, ഒന്നും ചെയ്യണ്ട, ഇത് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞെങ്കിലും അതൊന്നും കുഴപ്പമില്ല ചേച്ചി, ഞാൻ ചെയ്യാം എന്ന് സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി ഇതെല്ലാം തുണിയൊക്കെ എടുത്ത് ഇങ്ങനെ വിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഒരാള് ഒരു തലയിൽ ഒരു ചുമടൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പൊ കയറി വരുന്നത് തന്നെ കമലേച്ചി കമലേച്ചി എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പൊ കമല ഈ കുട്ടി തുണിയൊക്കെ വിരിക്കുന്നത് കണ്ടിരുന്നു കേട്ടോ. അപ്പൊ പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പം അതെ, ചന്ദ്രേട്ടൻ പറഞ്ഞിരുന്നു ഇവിടെ ഒരു ചാക്ക് ചാണകപ്പൊടി കൊണ്ടുവെക്കണം എന്ന് മാഷു പറഞ്ഞു അത്രേ, അതിനു വേണ്ടി വന്നതാ. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോഴത്തേനും നമ്മുടെ വേദ അപ്പുറത്ത് നിന്ന് തുണി വിരിക്കുകയാണ്. ഈ സ്ത്രീ കണ്ടു. അവര് ചോദിക്കുകയാണ്, ആഹാ, പുതുപ്പെണ്ണിനെ കൊണ്ട് വന്നുടനെ തന്നെ ജോലിയൊക്കെ ചെയ്യിക്കാൻ തുടങ്ങിയോ? ആ നാട്ടുകാരെന്തൊക്കെയാ പറയണത്? ഹോ, കഷ്ടം തന്നെ അല്ലേ. അവര് പറയണത് ചേച്ചിയും മാഷും ഒക്കെ കൂടെ ചേർന്നിട്ട് ഒരു രാത്രി മുഴുവൻ ആ കുട്ടിയെ പുറത്ത് നിർത്തിയെന്നോ വീട്ടിൽ കേട്ടിയില്ലാന്നോ ഒക്കെയാ പറയണത്. അതൊന്നും ഒരു സത്യവും ഇല്ലാന്ന് എനിക്കിപ്പൊ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടോ ചേച്ചിയെ എന്ന് പറഞ്ഞു. അപ്പം ആകെ ഒരു നാണക്കേടൊക്കെ ആയി. അല്ല തങ്കം ഇത് കമ്പനി പോയില്ലേ എന്ന് ചോദിച്ചു കമല. ഇല്ല കമലേച്ചി, 2 ദിവസം വേണം ഒരു മുണ്ട് നെയ്യാൻ, എന്നിട്ട് കൂലിയോ വെറും 250 രൂപ. അതിനെ നല്ലത് തൊഴിലുറപ്പിന് പോകുന്നതാന്നേ, അതുകൊണ്ട് ഇപ്പം വരാന്ന് ഞാൻ അവിടുന്ന് പോന്നതാ. എന്നാ പിന്നെ ചെല്ല് എന്ന് പറഞ്ഞു. ശരി എന്നാ പോട്ടെ മോളെ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തിലാ തങ്കം. എന്നാ ശ്രീജയോടുകൂടിയാ പറഞ്ഞതേ എന്ന് പറഞ്ഞോണ്ട് തങ്കച്ചേച്ചി പോവാണ്. എന്തൊക്കെയോ ഒരു കുഴപ്പങ്ങളുണ്ടല്ലോ. അപ്പൊ വന്നു. അപ്പൊ തങ്കം ഇങ്ങനെ പോവാൻ തുടങ്ങിയപ്പോഴത്തേനും അതെ, ആ പടി ഒന്ന് ചാരിയരെ എന്ന് കമല പറഞ്ഞു. ശരി ചേച്ചി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരങ്ങ് പോയി. അപ്പൊ അതേണ്ട ഈ കുട്ടി ജോലി ചെയ്യുന്നിടത്തേക്ക് നേരെ കമല അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. മോളെ എന്ന് വിളിച്ചു. അപ്പം ഈ കുട്ടിയെ കാണുമ്പോൾ തന്നെ സങ്കടമുണ്ട് ശരിക്കും കമലയ്ക്ക്. പക്ഷെ വീട്ടിൽ കയറ്റാനൊട്ട് പറ്റുന്നതുമില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. ചാണകപ്പൊടിയുടെ പേരും പറഞ്ഞ് വിവരം തറക്കാൻ വേണ്ടിയിട്ടാ വന്നത്. മോൾ ഇനി ഇവിടെ നിന്നാല് ആൾക്കാരെന്താ വിചാരിക്കുക? സാരമില്ലമ്മേ, ഞാൻ അങ്ങനെ പുറത്ത് നിൽക്കുകയാണെന്ന് ആരോടും തൽക്കാലം പറയാതിരുന്നാ പോരെ. ശ്രീജെ, നീ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കുക എന്ന് പറഞ്ഞു. മോള് വാ. ശരി അമ്മ എന്ന് പറഞ്ഞപ്പോഴത്തേനും വേണ്ടമ്മേ എന്ന് പറഞ്ഞു. കാര്യങ്ങൾക്ക് ഒരു തീർപ്പൊക്കെ ആവട്ടെ. ഇങ്ങനെ വാശി പിടിക്കല്ലേ മോളെ. എനിക്ക് വാശി അല്ലല്ലോ അമ്മേ, അമ്മയുടെ മകനും അച്ഛനും അല്ലേ വാശി എന്ന് ചോദിച്ചു. അല്ല, കുട്ടി കാണിക്കുന്നതും വാശി തന്നെയല്ലേ എന്ന് ശ്രീജ ഇങ്ങനെ ചോദിക്കുക. അതെ, പിന്നെ ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടത് പറ, എന്താ ചേച്ചി പറഞ്ഞു അത് വെച്ച് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതെ, എന്റെ അവസ്ഥ ആരുടെ വാശിയാണെങ്കിലും എന്റെ വീട്ടുമുറ്റത്ത് ഇങ്ങനൊരു കുട്ടി പട്ടിണിയിരിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. അതെ, പുറത്ത് കുളിമുറിയുണ്ട്, മോള് പോയി കുളിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുക, അകത്തേക്ക് കയറി വാ എന്ന് അമ്മ ക്ഷണിക്കുകയാണ് കേട്ടോ. എന്താണെങ്കിലും മാറാനുള്ള വസ്ത്രവും തരാം. അമ്മയും ഏട്ടത്തെയും കാണിക്കുന്ന ഈ സ്നേഹം ഉണ്ടല്ലോ, അത് നിരസിക്കുവാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്. അതെ, പിന്നെയും അകത്ത് കയറി എന്നെ പുറത്തിറക്കുന്നതിലും ഭേദം പുറത്ത് തന്നെ ഞാൻ നിൽക്കുന്നതല്ലേ, അകത്ത് കയറേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു ഇവള് വീണ്ടും. അപ്പൊ ശ്രീജയ്ക്കും അമ്മയ്ക്കും സഹതാപമുണ്ട്. ഞാനായിട്ട് മനഃപൂർവ്വം കയറി വന്നതല്ല, അമ്മയുടെ മകനായിട്ട് എന്നെ മനഃപൂർവ്വം വരുത്തിയതാ. അയാൾ പറയട്ടെ, എന്നിട്ട് കയറാം ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും മിണ്ടിയില്ല അവര് മിണ്ടാതെ ഇങ്ങനെ നിന്നു. ആള് തുണിയൊക്കെ വിരിച്ച് അവരങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് കുറെ ഗുണ്ടകളെയാണ് കേട്ടോ. ഇവന്മാര് നമ്മള് രണ്ടെണ്ണം അടിച്ചൊക്കെ ഫിറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. രണ്ടെണ്ണം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നീ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചു. അതേ ഗോപി, ഞാൻ പറഞ്ഞത് ശരി തന്നെയാ എന്ന് പറഞ്ഞു. ഓഹോ, അങ്ങനെയല്ലേ. ഇന്നലെ വൈകുന്നേരമോ ഇന്നലെ ഉച്ചയ്ക്കോ ആണ്ട് ആ കുട്ടി അവിടെ ചെന്നതാ. ആ പെണ്ണിനെ പുറത്ത് തന്നെ നിർത്തിയിരിക്കുക എന്നാ പറഞ്ഞു കേട്ടത്. അകത്ത് ഇതുവരെ കേട്ടിട്ടില്ല എന്നാ പറഞ്ഞത്. ഓഹോ, അങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങള്. എങ്കിൽ പിന്നെ നമുക്ക് വലിയ പ്രയോജനമായിരിക്കുമല്ലോ ഇത്. അവന്റെ വീട്ടുകാർക്കും വേണ്ടാതെ അവള് നിൽക്കുമെന്നാണോ? അവളെ എന്താണെങ്കിലും പിടിച്ചു കയറി ചെന്ന സ്ഥിതിക്ക് അവളെ പുറത്താക്കാൻ എന്ത് വേണേലും ചെയ്യും. എന്നാ പിന്നെ ആളെ വിട്ട് പിടിച്ചിറക്കാൻ തീരുമാനിച്ചാലോ? നമ്മള് പോയങ്ങ് ചെയ്തേക്കണം. പോയി തൂക്കിയെടുത്തോണ്ട് പോരെ. നാളെ ശ്രീനിവാസന്റെ ഏറ്റവും ആ മരത്തടികൾക്കിടയില്, ശ്രീനിവാസന്റെ ആ മില്ലില് മരത്തടികൾക്കിടയിൽ അവളുടെ ബോഡി കാണണം. ഒറ്റയടിക്ക് 2 പക്ഷി. പിന്നെ വരുന്ന ആ ഇലക്ഷന് ശ്രീനിവാസന്റെ ആ ഇമേജ് നമുക്കതൊന്ന് മിനുക്കിയെടുക്കണ്ടേ. അതിനു വേണ്ടിയിട്ടായത്. അവന്റെ വലം കൈ വിക്രം കുറച്ചു നാള് അഴിക്കകത്ത് കിടക്കുകയും ചെയ്യും. എന്നാ വാടാ എന്ന് പറഞ്ഞു. എന്നാ ബോബി വരണ്ട. അതെ, ഇത് ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ബോബി എന്ന് പറഞ്ഞു. എന്നാ നിങ്ങളെ ചെല്ലാം. ജഡ്ജി അദ്ദേഹം ഓമനിച്ച് വളർത്തിയ കുട്ടിയാ. ഒരു പോറിന് പോലും ഏൽപ്പിക്കാതെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേക്കണം, മനസ്സിലായല്ലോ? ഓക്കെ, സെറ്റ് എന്ന് പറഞ്ഞ ഇവന്മാര്
നേരെ വിക്രത്തിന്റെ വീട്ടിലേക്ക് വച്ചു പിടിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ എന്താ പറയാ അനിയൻകുട്ടനെയും അതുപോലെ തന്നെ രാജേട്ടനെയും ജോസിനെയാണ്. അപ്പൊ ഇവരിങ്ങനെ രണ്ടെണ്ണം അടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതെ, ഇവൻ ഈ വീട്ടിലൊന്നും പോണില്ലേ, ഇവൻ എന്താ അത് പിന്നെ അവന് വീട്ടിൽ പോകാൻ തോന്നണ്ടേ, ആ പെൺകുട്ടി അവിടെ ഉള്ളതല്ലേ എന്ന് കരുതി അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു. ആ കുട്ടി അവിടെ നിൽക്കുന്നു എന്ന് വെച്ചിട്ട് ഇവന് പോകാതിരിക്കാൻ പറ്റുമോ, എഴുന്നേപ്പിച്ച് വീട് അനിയൻകുട്ട എന്ന് പറഞ്ഞു. അപ്പൊ അനിയൻകുട്ടൻ ചെന്ന് വേഗം തന്നെ നമ്മുടെ വിക്രത്തിനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ അനിയൻകുട്ടൻ വിളിക്കാൻ ചെന്നപ്പോഴത്തേനും അനിയൻകുട്ടൻ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. രാജേട്ടാ ദേ അങ്ങ് നോക്കിയേ എന്ന് പറഞ്ഞു. അയ്യോ, ദേ വന്നിരിക്കുന്നു, മറ്റാരുമല്ല നമ്മുടെ വേദയാണ് കേട്ടോ വന്നിരിക്കുന്നത്, വിക്രത്തിന്റെ വേതാളം. വേദ എത്തിയിരിക്കുകയാണ്. അപ്പൊ വേദയെ കണ്ട ഇവരെല്ലാം വേഗം കുപ്പി മാറ്റി എന്ന് പറഞ്ഞു. രാജേട്ടൻ വേഗം കുപ്പിയൊക്കെ എടുത്ത് മാറ്റി. അപ്പൊ വേദ രണ്ടാമത്തേക്ക് കയറി വരികയാണ്. അപ്പൊ വിക്രം നല്ല ഉറക്കത്തിലാണ്. വന്നപടി വേദയ്ക്ക് കലിയാട്ടോ വന്നത്. അവിടെ ബക്കറ്റിലിരുന്ന് കുറച്ച് വെള്ളം എടുത്ത് ആഞ്ഞിവന്റെ മുഖത്തേക്ക് അങ്ങോട്ടേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഒഴിച്ചിട്ട് ഡി എന്ന് പറഞ്ഞ ഇവൻ ചാടി എഴുന്നേറ്റു. നട്ടപ്പാതിരയ്ക്ക് എന്നെ മുറ്റത്ത് നിർത്തിയിട്ട് നീ ഇവിടെ വന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയല്ലേ, ഞാൻ പറഞ്ഞിട്ടാണോ നീ മുറ്റത്ത് വന്നത്, നിന്നെ ഉണ്ടല്ലോ ഞാൻ എന്ന് പറഞ്ഞ ഇവൻ ഊടപ്പാട് വഴക്കത് പറഞ്ഞ ഭയങ്കര മോശമായ ഭാഷയിൽ തെറി പറയുകയാണ് കേട്ടോ. ഇതെല്ലാം വേദ ഇങ്ങനെ കേട്ടോണ്ട് വന്നു. ഛേ, അപ്പോഴേക്ക് നമ്മുടെ അനിയൻകുട്ടനും രാജേട്ടനും എല്ലാം ചെപ്പി പോത്തി. എന്നിട്ട് ലാസ്റ്റ് മോളെ എന്ന് വിളിച്ചു നിർത്തി. മതിയായോ, തൃപ്തിയായോ, ഇനി ഇറങ്ങി പോവാൻ നോക്ക. ആണുങ്ങൾ ജയിച്ചു എന്ന് കാണിക്കാൻ അടവാണല്ലോ തെറി അഭിഷേകം. എന്നാ ഇതെന്താ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് വഴങ്ങില്ല എന്ന് കരുതിയോ, ആണോടോ എന്താടോ എന്ന് ചോദിച്ചു. ഭ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ബാക്കി മൊത്തം നമ്മുടെ വേദയുടെ വകയായിരുന്നു. വിക്രത്തിന് വയറ് നിറച്ചു കിട്ടി. വിക്രത്തിന്റെ ശ്വാസം പോലും പോണ്ടോന്നറിയില്ല. അതുപോലത്തെ അവസ്ഥയില് വിക്രം ഇങ്ങനെ നിൽക്കണം, സ്റ്റക്കായി പോയിട്ടോ. എന്ത് പറയാൻ, രാജേട്ടനും അളിയൻകുട്ടനും ഒക്കെ ഇങ്ങനെ തല ഇങ്ങനെ കൊടയാണ് നല്ല തെറി കേട്ടിട്ട്. അവസാനത്തെ തെറി വരെയും പറഞ്ഞു കേട്ടോ. ഇങ്ങനെ നിന്നു. പിന്നെ സ്റ്റക്കായിട്ട് ശ്വാസം പോലും പോയില്ല വിക്രത്തിന്റെ. എന്താടോ സംസാരിച്ച് ജയിക്കുന്നില്ലെങ്കിൽ തല്ല് ജയിക്കുന്നതാണല്ലോ നിങ്ങളുടെ ഗുണ്ടകളുടെ രീതി. എന്താ തല്ലാൻ തോന്നുന്നുണ്ടോ, അത് നിന്നുള്ള പുറപ്പാടാണോ, എന്താ നീ തിരിച്ചു തല്ലുവോ, അത് തല്ലി നോക്കുമ്പോ കാണാം എന്ന് പറഞ്ഞു വേദ. അപ്പൊ വേഗം തന്നെ വിക്രം ഇങ്ങനെ അടുത്തോട്ട് ചെല്ലുകയാണ്. വിക്രം ഡാ വേണ്ട എന്ന് പറഞ്ഞു രാജേട്ടൻ. അപ്പൊ അവിടെ നിന്നും അവിടുന്ന് ഒരു കമ്പി കഷ്ണം കിടപ്പുണ്ടായിരുന്നു. ആ കമ്പി കഷ്ണം വേഗം ഇങ്ങോട്ടേക്ക് എടുത്ത ശേഷം അതെ എന്താ നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ, കൊള്ളാലോ, ഇതുകൊണ്ട് തന്നെ ഇല്ലാതാക്കാനാ നീ നോക്കുന്നത്, എന്നാ കൊല്ലടി, പറയടി, കൊല്ല, നീ അങ്ങനെ ചെയ്യുവോ എന്ന് ചോദിച്ചു. ഇവന്റെ കഴുത്തിന് പതുക്കെ ഇവളിങ്ങനെ ഈ കത്തി ഇങ്ങനെ വെച്ചു കേട്ടോ. ഇതേ ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് നീ മാത്രമാണ്, അതുകൊണ്ട് നിന്നെയല്ല നിന്റെ മുന്നിൽ വെച്ച് ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കാൻ പോവാ എന്ന് പറഞ്ഞ ഇവളാകെ വയറ്റിലേക്ക് ഈ കമ്പി വെച്ച് കുത്തുന്നത് ഒറ്റ കുത്തുവാണ്. അപ്പൊ ഇത് നമ്മുടെ വിക്രത്തിന്റെ സ്വപ്നമായിരുന്നു. വിക്രം ചാടി എഴുന്നേക്കോണം അമ്മേ എന്ന് നിലവിളിച്ച്. എന്താടാ നീ സ്വപ്നം വല്ലം കണ്ടോ എന്ന് ചോദിച്ചു രാജേട്ടൻ. ഒന്നുമില്ല, ഒന്നുമില്ല എന്ന് വെപ്രാളം പിടിച്ച് പറഞ്ഞിട്ട് ഇവൻ വേഗം തന്നെ ഷർട്ട് എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് മാഷിന്റെ വീട്ടിലാണ് കേട്ടോ. അപ്പൊ മാഷിന്റെ വീട്ടിലേക്ക് ഇതേ ബോബി പറഞ്ഞു വിട്ട ഗുണ്ടകള് അമ്മാരിങ്ങനെ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇമാര് രണ്ട് സൈഡിൽ കൂടെ പോവാണ്. അപ്പുറത്തെ സൈഡിൽ കൂടെ ഒരുത്തരെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഇമാർ രണ്ടുപേരും ഇതിലേ പോവാണ്. അപ്പൊ വീട്ടില് അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ചേട്ടനും ചേച്ചിമാരും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ അച്ഛനും വന്നിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ കമല അച്ഛനും കൊണ്ടേ ഫുഡ് കൊടുത്തിട്ട് ശേഷം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. ആ കുട്ടി ഓർത്തിട്ടാണ് കമലയുടെ ടെൻഷൻ മുഴുവൻ. ഇങ്ങനെ പുറത്ത് നിൽക്കുവാണല്ലോ, തണുപ്പടിച്ചു, ഫുഡ് കഴിച്ചിട്ടില്ല, അതിന്റെ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ കമലയുടെ മുഖത്ത് നിറച്ച. മാഷേ ആ കുട്ടി പിന്നെ ഒരു എന്താ പറയാ ഇവിടെ വന്ന ശേഷം നേരത്തോട് നേരം കഴിഞ്ഞു മാഷേ, പക്ഷെ കുറച്ച് വെള്ളമല്ലാതെ വേറൊന്നും അത് കഴിച്ചിട്ടില്ല മാഷേ എന്ന് പറഞ്ഞു. അല്ല ഇനിയിപ്പോ എന്താ പറയാ ഉണ്ണാവൃതമാണോ അതോ താലി സത്യാഗ്രഹമോ, ആ ഭാഗത്തു നിന്നും നമ്മളൊന്ന് ആലോചിക്കണ്ടേ, അതിന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തതല്ലേ, പഠിപ്പുള്ളതല്ലേ, എന്തിനാ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടെന്ന് ഒന്ന് ആലോചിക്കാലോ. എന്നാലും മാഷേ നമ്മുടെ മുറ്റത്ത് അതിങ്ങനെ നിൽക്കുമ്പോ ഒന്നുകൂടെ കഴിയുമ്പോ അത് മടുത്ത് ഇറങ്ങിപ്പോയിക്കോളും എന്ന് മാഷിങ്ങനെ പറയാണ്. അങ്ങനെ സമാധാനിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല എന്റെ മാഷേ, നീ ഭക്ഷണം കൊടുക്കാഞ്ഞിട്ടല്ലല്ലോ, അവള് കഴിക്കാഞ്ഞിട്ടല്ലേ എന്ന് ചോദിച്ചു. എന്നാലും ഞാനൊരു പായ എടുത്ത് കൊടുക്കാൻ പോവാ, മാഷ് എതിരൊന്നും പറയരുത്, അതെ ആ ഉമ്മറത്ത് ആ ഇറയത്തെങ്കിലും കയറി കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം ശ്രീജയോട് അതങ്ങ് എടുത്തു കൊടുക്ക് ശ്രീജ. ശരി അമ്മേ എന്ന് പറഞ്ഞ ശ്രീജ വേഗം പോവാണ്. ഭയങ്കര സന്തോഷത്തിലാട്ടോ. അപ്പോഴേക്കും നന്ദനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, നന്ദനിക്ക് ദേഷ്യത്തിലാണ്.
അമ്മ അപ്പം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുവല്ലേ? ഏട്ടത്തിയുടെ ഓട്ടം കണ്ടപ്പോഴേ മനസ്സിലായേ. അതുകൊണ്ട് ഇവിടെ നഷ്ടമൊന്നും സംഭവിക്കാൻ പോണില്ലല്ലോ. മര്യാദയ്ക്ക് ഇരുന്ന് കഴിക്കാൻ. അമ്മേ കുറച്ച് കഞ്ഞി എന്ന് പറഞ്ഞു. വലിച്ചു കയറ്റല് മാത്രമേ ഉള്ളൂ. രണ്ടവന്മാരെ കൊണ്ട് ഒരു പ്രയോജനം ആ കുടുംബത്തിനില്ല കേട്ടോ. അപ്പൊ ആ യുവമാരുടെ ഗുണ്ടകള് പതുക്കെ പതുക്കെ ചെന്ന് നമ്മുടെ വേദയുടെ അടുത്തേക്ക് ചെന്ന് അപ്പൊ വേദയെ ഉരുട്ടിയിട്ട് പിടിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമ്മളുടെ വാവത്തി പിടിച്ചു. ഇതാണ് ശ്രീജ. കണ്ടു പാ എടുക്കാൻ പോയ അമ്മേ ഓടിവാ എന്ന് പറഞ്ഞു. വിഷുവേട്ടാ ഓടിവാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടെ നേരെ പുറത്തേക്ക് ഇറങ്ങാ. എന്താ എന്താ ശ്രീജ എന്ന് ചോദിച്ചു. അപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇവളെ പിടിക്കുകയാണ് ഇവന്മാര്. ബലം പിടിച്ചിങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അമ്മ അങ്ങോട്ടേക്ക് ഓടി ചെന്നു കേട്ടോ. ആ സമയത്ത് മറ്റേ ഇവനുണ്ടല്ലോ വിഷു ആണെങ്കിൽ ഇരുന്ന് പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാതെ ദേണ്ട ആള് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുക. അച്ഛൻ പറഞ്ഞു എന്താ അത് ചെന്ന് നോക്കടാ എന്ന് പറഞ്ഞിട്ട് ആള് പിന്നെയും ചോറ് വായി വഹിച്ചിട്ട് അവിടെ പതുക്കെ അനങ്ങി അങ്ങ് ചെന്നു. അപ്പോഴേക്കും ശ്രീജയും ബാക്കിയുള്ള എന്താ പറയാ നന്ദിനിയും അമ്മയും എല്ലാം കൂടി ഇറങ്ങി ഓടി ചെല്ലുകയാണ്. ഓടി ചെല്ലുമ്പോഴേക്കും ഇവളെ ഇട്ട് പിടിക്കുകയാണ്. അമ്മയുടെ കൈ ചൂല കിട്ടിയത്. ചൂല് വെച്ച് അമ്മ അടിച്ചു. ദേണ്ട ചേച്ചിമാരും അനിയത്തിയും എല്ലാവരും കൂടെ ചേർന്നിട്ട് തവിയും ചൂലും കമ്പും ഒക്കെ വെച്ച് ഇവന്മാരെ ഊട്ടുപാടിട്ട് തല്ലുകയാണ് കേട്ടോ. അപ്പൊ ഇവന്മാരെ ജീവനെ കൊണ്ട് ഓടിപ്പോവാണ്. വിനയം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ വിനയനും കൂടി ചേർന്നിട്ടാണ് ഇവന്മാരെ എല്ലാവരെയും അടിക്കുന്നത്. അപ്പൊ ഇവരെല്ലാവരും അടിച്ചു ഓടിച്ച ശേഷം ഇവരിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേനും അമ്മയ്ക്ക് ആകെ സങ്കടമായി. ഇവന്മാരെല്ലാം ഓടിയല്ലോ. ഓടുന്ന കണ്ടിട്ട് അമ്മ ഇങ്ങനെ തിരിച്ചു കയറി വരുമ്പോഴത്തേനും ഓടി ചെന്ന് വേദ കെട്ടിപ്പിടിച്ചെന്ന് കരയാണ് കേട്ടോ. അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു കേട്ടോ. അത് കണ്ടപ്പോഴത്തേനും ഭയങ്കര സങ്കടമായി അമ്മയ്ക്ക്. എന്റെ മോളെ നീ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ ആശ്വസിപ്പിക്കുവാണ് കേട്ടോ. ആ ഒരു വേദന ശരിക്കും ഇഷ്ടമാണ് കമലയ്ക്ക്. മോളെ എന്നും പറഞ്ഞുകൊണ്ട് കമല വേഗം ഈ കുട്ടിയുടെ കയ്യും പിടിച്ച് നേരെ അകത്തേക്ക് കയറി ചെല്ലാൻ പോവാണ്. അപ്പോഴേക്കും വലതുകാലം എടുത്ത് വെച്ച് വേദ ഇങ്ങനെ കയറാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് അച്ഛനെ കണ്ടത്. അല്ലെങ്കിൽ അച്ഛനെ ഓർമ്മ വന്നു കേട്ടോ വേദയ്ക്ക്. കാലെടുത്ത് കുത്തരുത് എന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് വേദ വേഗം തന്നെ കാല് പുറകോട്ട് വെച്ചു. അപ്പൊ മാഷ് അവിടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ മാഷിനോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അതെ ശരിക്കും പറഞ്ഞാല് അവനെ പോലൊരു ക്രിമിനൽ അല്ലാതെ മറ്റൊരു ഗുണ്ടകളും ഈ സുധാകരൻ മാഷിന്റെ വീട്ടിൽ കയറിയിട്ടില്ല. ഇന്നത്തോടെ അതും സംഭവിച്ചു അല്ലേ കമലെ എന്ന് ചോദിച്ചു. അപ്പൊ കമല ഒന്നും മിണ്ടിയില്ല കേട്ടോ. കുറച്ചു നേരം ഇങ്ങനെ നിന്നു. അപ്പൊ വേദയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഏറ്റവും നല്ല അധ്യാപകനുള്ള മാഷിന്റെ മുന്നിൽ വെച്ച് ഒരു പെൺകുട്ടി മാനഭംഗപ്പെട്ടാൽ ആ കറ ഒരിക്കലും ആയില്ല എന്റെ മാഷെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചോ. ഇവളുടെ കാര്യത്തിൽ ഇനി എന്ത് തന്നെ തീരുമാനം എടുത്താലും അതുവരെ പുറത്തു നിർത്താൻ ഞാൻ സമ്മതിക്കില്ല മാഷ് എതിര് പറയരുത് എന്ന് പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല. മാഷ നേരെ അകത്തേക്ക് കയറിപ്പോയി. എന്നിട്ട് ഇവളുടെ കൈയും പിടിച്ച് നേരെ അകത്തേക്ക് കയറി വരികയാണ് അമ്മ. അപ്പൊ അമ്മയുടെ ഒന്നും എതിർക്കാൻ പറ്റിയില്ല. ശ്രീജയ്ക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ നന്ദിനിയുടെ മുഖം അത്ര വലിയ തെളിച്ചൊന്നും അല്ല കേട്ടോ. അപ്പൊ നന്ദിനാണെങ്കിൽ കലി പൂണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നുള്ള മട്ടില്ല. അപ്പൊ ഈ സമയത്താണ് നമ്മുടെ വിക്രം വീട്ടിലേക്ക് എത്തുന്ന സമയത്താണ് ഈ ഇടവഴി വെച്ചിട്ടാണ് ഇവന്മാരെ ഇങ്ങനെ ക്രോസ് ചെയ്ത് അങ്ങോട്ടേക്ക് പോണത് കാണുന്നത്. അതായത് ആ ബോബിയുടെ ഗുണ്ടകളാണ് എന്ന് മനസ്സിലായിട്ടോ. അപ്പൊ ഇവനെ കണ്ടപ്പോഴത്തേനും വേഗം വിട്ടോ എന്നിവന്മാരിങ്ങനെ പറഞ്ഞു. ഇത് ആ ബോബിയുടെ ടീമാണല്ലോ. ഇവന്മാരെന്താ ഈ സമയത്ത് ഇവിടെ എന്ന് ഓർത്ത് ഇവൻ നേരെ പുറകെ ചെല്ലുന്നുണ്ട് കേട്ടോ വിക്രം. പക്ഷേങ്കിൽ അമ്മാരെ കിട്ടുന്നൊന്നുമില്ല. അമ്മാരെ ഇതില് രക്ഷപ്പെട്ടു പോവാണ്. ഈ സമയത്ത് അമ്മ കുറച്ച് ചോറും കറികളും ഒക്കെ എടുത്ത് നമ്മുടെ വേദയ്ക്ക് കൊണ്ട് കൊടുക്കാണ്. കഴിക്കും മോളെ, നീ എന്തിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്, നീ കഴിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ ഏതായാലും അകത്ത് കയറിയതല്ലേ, ഇനിയിപ്പൊ ഭക്ഷണമായിട്ട് കഴിക്കാതിരിക്കേണ്ട എന്നായിരുന്നു നന്ദിനിയുടെ അഭിപ്രായം. അപ്പൊ നന്ദിനി ഒരിച്ചിരി കുശുമ്പുള്ള കൂട്ടത്തിലാണ് കേട്ടോ ആള്. അപ്പൊ വേഗം തന്നെ അമ്മയൊന്ന് നോക്കിയപ്പോഴത്തേനും നന്ദിനി വേഗം നിർത്തി. എന്നിട്ട് വേഗം വെള്ളം ഒഴിച്ചു കൊടുത്തു. വിശന്ന് വരുന്ന ആരുടെയും പേരില് ഇന്ന് വരെ ഈ വാതിൽ കൊട്ടി അടച്ചിട്ടില്ല. എന്നിട്ടും ഒരു രാത്രിയും പകലും മുഴുവൻ ഈ വീടിന് മുന്നില് മോള് വിശന്ന് തളർന്നു നിന്നു. അതൊരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റില്ല മോളെ. അങ്ങോട്ടുള്ള ജീവിതത്തിൽ നിനക്ക് നല്ലത് വരണം എന്ന് കരുതി ചെയ്തു പോയതാ. മോള് ഞങ്ങളോട് ക്ഷമിക്കണം, മോള് കഴിക്കുക എന്ന് പറഞ്ഞു. അവസാനം വേദ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ ശ്രീജ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ കയ്യില് ഒരു ജോഡി ഡ്രസ്സൊക്കെ ആയിട്ടാണ് വരുന്നത്. ആള് വിക്കിയപ്പോ അമ്മ തലയെ തട്ടി വെള്ളമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ എന്താ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേനും ഡ്രസ്സ് ഇന്നലെ മുഴുവൻ മഴയത്ത് തന്നല്ലേ, ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ മേല് കഴുകി ഇത് മാറിക്കോളൂ, ആ ഡ്രസ്സ് ഞാൻ കഴുകിയിട്ടോളാം എന്ന് പറഞ്ഞു ശ്രീജ. രാത്രി അപ്പുറത്തെ മുറിയില് എന്താണെങ്കിലും പാവരിച്ചോളൂ, ഞങ്ങൾ അപ്പുറത്തുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മോള് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ കമല നേരെ മാഷിന്റെ അടുത്തേക്ക് ചെല്ലാണ്.
അടുത്ത് തന്നെ ഇരുന്നു നമ്മുടെ ശ്രീജയ്. അപ്പൊ വേഗം തന്നെ മാഷെ എന്ന് വിളിച്ചുകൊണ്ട് കമല അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ ആള് തെറ്റാണ് ചെയ്തത് എങ്കില് മാഷെ എന്നോട് ക്ഷമിക്കും മാഷെ എന്ന് പറഞ്ഞു. അപ്പൊ ചെന്നിട്ട് മാഷ ഇങ്ങനെ നോക്കിയിട്ട്, അതിന് താൻ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, പെട്ടെന്ന് അവിടെ ആ കുട്ടിയെ ആളുകൾ വന്ന് ഞാന് അത് പിന്നെ മാഷെ, അതെ അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടത് കമലെ. ഒരു പെൺകുട്ടിക്ക് നേരെ നമ്മുടെ വീട്ടുമുറ്റത്ത് അന്യായം നടന്നു, നീ പോയി തടഞ്ഞതിൽ ഞാൻ ഒരു കാലത്ത് നിന്നെ ഞാൻ തെറ്റ് പറയില്ല. അത് എനിക്കെന്തോ അത്രക്കാരോട് തർക്കിക്കാനും തല്ലുണ്ടാക്കാനൊന്നും എനിക്ക് അറിയുകയില്ല. അവിടെ നിർത്താതെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് മനുഷ്യത്വത്തിന്റെ പേരിലാണെങ്കിൽ ശരി, ഞാൻ സമ്മതിക്കും. വിശന്നിരിക്കുന്ന ആൾക്ക് ഭക്ഷണം കൊടുത്തതിൽ ഞാൻ ഒരിക്കലും നിന്നെ തെറ്റ് പറയുകയില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, അവളെ പറ്റി പറയുമ്പോ അവള് സ്വന്തമാണ് എന്നൊരു ഭാവം നിന്റെ സ്വരത്തിലും കണ്ണുകളിലും ഉണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയും, ഉറപ്പായിട്ട് പറയും. ഇളയ മകൻ താലി കെട്ടി കൊണ്ടുവന്ന മരുമകളാണ് എന്നൊരു തോന്നലുണ്ട് നിനക്കെങ്കിൽ അത് ഇപ്പോഴേ നീ അതങ്ങ് മാറ്റിക്കളയണം കേട്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതെ, ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നീ ആത്മാർത്ഥമായിട്ട് മറുപടി പറയണം മാഷേ. അതെ, നമുക്കൊരു മകൾ ഉണ്ടായിരുന്നു എങ്കിൽ അവളുടെ കഴുത്തിൽ ഇമാതിരി കഴുത്തിനാ താലി കെട്ടുന്നത് എങ്കിൽ നീ അത് അംഗീകരിക്കായിരുന്നോ? ഇല്ല മാഷേ, ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ലായിരുന്നു എന്ന് തന്നെ പറഞ്ഞു കമല. ഉറപ്പായിട്ടും ഇല്ല. അങ്ങനെയെങ്കിൽ നീ ഒരു കാര്യം എപ്പോഴും നിന്റെ മനസ്സിൽ ഉണ്ടാവണം. ആ കുട്ടിയോട് ദയ കാണിക്കരുത് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ അവനവന്റെയാണ് എന്നൊരു തോന്നൽ, ആ തോന്നലിൽ നിന്നുള്ളൊരു സ്നേഹം അത് വേണ്ട കമലെ എന്ന് പറഞ്ഞു. അങ്ങനെ തോന്നി തുടങ്ങിയാൽ ആ വഴി പിഴച്ചു പോയ നിന്റെ മകന് നേർവഴി കാണിക്കാൻ ദൈവമായിട്ട് അയച്ചതാണ് അവളെ എന്ന് നീ സമാധാനിച്ചു തുടങ്ങും. പക്ഷെ അത് ആ കുട്ടിയുടെ ജീവിതം തന്നെ നശിപ്പിക്കും. അതുകൊണ്ട് ആ പാവം കൂടി ഇനി ഈ ജന്മത്തിൽ വേണ്ട. മനസ്സിലായല്ലോ നിനക്ക് എന്ന് ചോദിച്ചു. അപ്പൊ കമലയ്ക്ക് ശരിക്കും സങ്കടമായി. എന്താ മാഷിനോട് പറയുക, എന്താ മാഷിനോട് പറഞ്ഞത് കൺവിൻസ് ചെയ്യുക എന്നറിയില്ല. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.